ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ജൂലൈ 6-ന് ചുമതലയേൽക്കും. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ പ്രവർത്തനത്തെ വർഷത്തെ പ്രസിഡന്റായി ജോസഫ് കുര്യനെയും സെക്രട്ടറിയായി കെ ഷമ്മി ജോസഫിനെയും ട്രഷററായി ഡി നന്ദഗോപനെയും തിരഞ്ഞെടുത്തു. ജൂലൈ 6-ന് വൈകിട്ട് 6-ന് റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കും. മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് മാത്യു മുഖ്യാതിഥിയായും ചലച്ചിത്ര താരം സാജൻ പള്ളൂരുത്തി വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. പുതിയ പ്രവർത്തന വർഷം റോട്ടറി ക്ലബ്ബ് ഏറ്റെടുക്കുന്ന 50-ലധികം സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ദലീമ ജോജോ MLA നിർവഹിക്കും. സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തോടൊപ്പം തൊഴിലും ഉറപ്പാക്കുക, ഭവനരഹിതരായവർക്ക് വീട് വെച്ച് നൽകുക തുടങ്ങിയ പദ്ധതികൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് നിയുക്ത പ്രസിഡന്റ് ജോസഫ് കുര്യൻ, സെക്രട്ടറി കെ ഷമ്മി ജോസഫ്, ട്രഷറർ ഡി നന്ദഗോപൻ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ ലാൽജി, അബ്ദുൾ ബഷീർ, MM സോമൻ, സിസിൽ നോബർട്ട് കെന്നത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ക്യാബിൻ നിർമ്മിക്കുക, സ്കൂളുകളിൽ കുടിവെള്ളം ശൗചാലയവും നിർമ്മിച്ചു നൽകുക, പിന്നോക്കം നിൽക്കുന്ന യുവതികൾക്ക് കൈത്തൊഴിൽ പരിശീലനം നൽകുക, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതികൾ നടപ്പിലാക്കുക തുടങ്ങിയവയും വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുന്നു. സോണിന്റെ ഭാഗമാണ് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്. 35ാമത് ഭരണസമിതി സമൂഹത്തിന് വേണ്ടി ഒട്ടനവധി പുതിയ പദ്ധതികളാണ് ഭാരവാഹിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. റോട്ടറി വർഷാരംഭമായ ജൂലൈ 1-ന് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് 50-ലധികം വിവിധ സാമൂഹിക പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം അരൂർ MLA ശ്രീമതി ദലീമ ജോജോ നിർവഹിച്ചു. കിടപ്പ് രോഗികൾക്ക് കട്ടിലും എയർ ബെഡുകളും ഭിന്നശേഷിക്കാരനായ ആൾക്ക് റിക്ലൈനിങ് വീൽ ചെയർ തുടങ്ങിയവ വിതരണം ചെയ്തു. ഡോക്ടേഴ്സ് ഡേ ആയ ജൂലൈ 1-ന് ചേർത്തലയിലെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരെ ആദരിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ ഓപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തോടൊപ്പം തൊഴിലും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കുക, ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുക, ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ക്യാബിൻ നിർമ്മിക്കുക, സ്കൂളുകളിൽ വൃത്തിയുള്ള ശൗചാലയം, ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യത എന്നിവ ഉറപ്പാക്കുക, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന യുവതികൾക്ക് കൈത്തൊഴിൽ പരിശീലനം നൽകുക, ഹസ്ര വായ്പാ പദ്ധതി, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതി എന്നിവ നടപ്പാക്കുക, മെഡിക്കൽ ക്യാമ്പ്, ക്യാൻസർ നിർണയ ക്യാമ്പ്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നിവ സംഘടിപ്പിക്കുക, ചികിത്സാ സഹായ സാമഗ്രികൾ വിതരണം ചെയ്യുക, വിവിധ തലങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നിവയാണ് ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികൾ. യുവജനങ്ങളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വിദേശ രാജ്യങ്ങളിലുള്ള പോലെ വിദ്യാർത്ഥികൾക്കായി റോട്ടറി അംഗങ്ങളുടെ സഹായത്തോടെ വിവിധ സ്ഥാപനങ്ങളിൽ പാർട്ട് ടൈം ജോലി ലഭ്യമാക്കുക, സംഭാവനകളിലൂടെ ലഭിക്കുന്ന സാധന സാമഗ്രികൾ ചാരിറ്റി ഷോപ്പിലൂടെ പൊതുജനങ്ങൾക്ക് മിതമായ വിലയിൽ ലഭ്യമാക്കുക എന്ന പദ്ധതിയും ക്ലബ് ആവിഷ്കരിച്ചു.